ചേട്ടനാണോ വാഴച്ചേട്ടൻ? അതെ. ചേട്ടൻ എന്ത് പരിപാടി? എന്ത് പരിപാടി? വാഴച്ചേട്ടനാന്ന് വെച്ചിട്ട് എന്ത് പരിപാടി ചോദിച്ചാൽ പ്രധാനമായിട്ട് വാഴ കൃഷി. പിന്നെ ഇവിടെ എന്താ പരിപാടി? ഇതെന്താ പരിപാടി? നമ്മൾ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ എക്സിബിഷന് വേണ്ടി 12 പഴങ്ങൾ ചേർത്തുണ്ടാക്കിയ പാൽപ്പായസമാണ്. ഇതിലെ നല്ലവണ്ണം വരണ്ട് പാലടയേക്കാളും സ്വാദുള്ളതാണ് ഈ പഴങ്ങൾ ചേർത്തുള്ള പാൽപ്പായസം. അപ്പൊ ഇതേതൊക്കെ കൂട്ടം പഴങ്ങളാ? ഇത് 12 കൂട്ടം പഴമുണ്ട്. നമ്മുടെ തിരുവനന്തപുരം കന്യാകുമാരി ജില്ലയിൽ കിട്ടുന്ന നേന്ത്രപ്പഴം 1, 2 കപ്പപ്പഴം, 3 വെള്ളക്കപ്പ, 4 പാളയംകുടൻ, 5 രസകദളി, 6 പൂങ്കള്ളി, 7 കർപ്പൂരവള്ളി, 8 റോബസ്റ്റ ടൈപ്പ് ഒരു പഴം, 9 കേരളത്തിന്റെ പൂവമ്പഴം, 10 പ്രസിദ്ധമായ നമ്മുടെ കദളിപ്പഴം, 11 മട്ടിപ്പഴം, 12 ചിങ്ങമ്പഴം. 12 കൂട്ടം സാധനം കൂട്ടിയുള്ള പായസമാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. 12 കൂട്ടം പായസം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെയും ബാധിക്കുന്ന കണ്ടന്റ് ഈ പഴങ്ങളിലുണ്ട്. അപ്പോൾ ഇതൊരു നല്ല രസകരമായിട്ടുള്ള ടേസ്റ്റുള്ള പായസമാണെങ്കിലും അതിന് ശരീരത്തെ ബാധിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഈ പഴങ്ങളിലുണ്ട്. പായസം ഏകദേശം റെഡിയാകാറായോ? പായസം റെഡിയായി. എത്രത്തോളം പായസം ഇട്ട് വരട്ടാമോ അല്ലെങ്കിൽ എത്രത്തോളം തീയിലിട്ട് ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കാമോ അത്രയും പായസത്തിന് രുചി കൂടും. ഇതിപ്പോ നമ്മുടെ മൈസൂരല്ലേ നടക്കുന്നത്? ഇത് മൈസൂരല്ലേ നടക്കുന്നത്? അപ്പൊ നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള ചെയ്യുന്നുണ്ടോ? കേരളത്തിൽ ആർക്കും താല്പര്യമില്ല. ആർക്കും താല്പര്യമില്ല? ഉണ്ട്. സീഡ് ഫെസ്റ്റ് കഴിഞ്ഞ 2 വർഷം മുമ്പ് ചെറുപുഴ നടന്നു. ഇത്തവണ ജാനുവരിയിൽ മാനന്തവാടിയിൽ നടക്കുന്നുണ്ട്. ഉടനെ ഇനി കേരളത്തിൽ പ്രതീക്ഷിക്കാവോ? അത് പറഞ്ഞൂടാ. എക്സിബിഷന് പ്രധാനമായിട്ടും വാഴ പ്രദർശനത്തിന് സാധാരണ എക്സിബിഷൻ പോലെയല്ല, ഒരുപാട് ചിലവുള്ള. കാരണം വെട്ടി എടുത്ത് കൊണ്ടുപോകുന്നതിനുള്ള ചിലവെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഇവിടെ എക്സിബിഷന് വന്നതിന് 25,000 രൂപയുടെ പെട്രോൾ മാത്രമായി വണ്ടി ഓടിയത്. ഇത്തവണ ഓരോ സ്ഥലത്തു നിന്നാണ് വാഴകൾ കളക്ട് ചെയ്തെടുത്തത്. എൻ്റെ മാത്രമല്ല, എല്ലായിടത്തു നിന്നും കളക്ട് ചെയ്തെടുത്തു. ചേട്ടന്റെ പേര് കറക്റ്റ് വിനോദ് അല്ലേ? എൻ്റെ പേര് വിനോദ്, അറിയപ്പെടുന്നത് വാഴച്ചേട്ടൻ എന്നാണ് അറിയപ്പെടുന്നത്. ചേട്ടനായിരിക്കും വാഴപ്പഴം വെച്ച് ആദ്യമായിട്ട് പായസം ഉണ്ടാക്കിയത് തന്നെ. 12 പഴങ്ങളുള്ള പായസം വേറെ തിരുവനന്തപുരം കന്യാകുമാരി ജില്ലക്കാരല്ലാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ എല്ലാ പഴവും കിട്ടുന്നത് അവിടെയാണ്. അല്ല, അത് തിരുവനന്തപുരം അല്ലെ കന്യാകുമാരി ജില്ലയിൽ 12 പായസങ്ങളൊക്കെ ഉണ്ടാക്കി ചിലപ്പോൾ ഗിന്നസ് ബുക്കിൽ കയറുമല്ലോ. ആൾറെഡി ലിംഗ ബുക്ക് അവർ കാർഡ്സിലുണ്ടല്ലേ. ഇനിയിപ്പോൾ ഗിന്നസിലൊന്നും വേണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. അപ്പം നമുക്കും താമസിക്കാതെ കേരളത്തിൽ ഒരു പായസം ചിലപ്പോൾ ഇനി ആരെങ്കിലും എക്സിബിഷന് വിളിച്ചാൽ എക്സിബിഷന് പോയി ചെയ്യും. പായസം മാത്രമായിട്ട് ചെയ്യുകയോ. പ്രദർശനത്തിന് ഇത്തിരി എക്സ്പെൻസീവ് ആണ്. സാധാരണ ഒരു ചെറിയ എന്തെങ്കിലും പ്രദർശനം നടത്തുന്നില്ല. വാഴ പ്രദർശനം നടത്താൻ അത്രയും ചിലവുണ്ട്. 12 കൂട്ടം പായസങ്ങളാണ് നമ്മുടെ വാഴച്ചേട്ടൻ എന്ന് പറയുന്ന വിനോദിയേട്ടൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കേരളക്കാർക്ക് ഇത് കുടിക്കാനുള്ള യോഗമില്ല. കേരളത്തിൽ ഇതുപോലുള്ള ഫെസ്റ്റൊക്കെ സംഘടിപ്പിച്ചാൽ ചേട്ടൻ അവിടെയും വന്ന് പായസം ഉണ്ടാക്കുന്നതായിരിക്കും. കേരളത്തിലെ കർഷകരുടെ കാര്യം ദയനീയമാണ്. വളരാൻ അനുവദിക്കുന്നില്ല. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാൽ ഇതിനേക്കാളും ബെറ്റർ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ഞാനിപ്പം സപ്പോർട്ടാണ് കർഷകർ. ഞാനിപ്പോൾ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ കർണാടകയിലോ ആയിരുന്നെങ്കിൽ എനിക്ക് വളരെയധികം സപ്പോർട്ട് കിട്ടിയാണ്. കാര്യം പറയുന്നത്, ഞാനൊരു കേരളീയൻ എന്ന നിലയിൽ അഭിമാനിക്കുന്നു. പക്ഷെ കേരളത്തിലെ ഒരു കർഷകൻ എന്ന നിലയിൽ ദുഃഖിക്കുന്നു. അതെന്താണ് കാര്യം? അത് കേരളത്തിൽ അങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ല. കർഷകർക്കല്ല. എന്നെ സംബന്ധിച്ചോളം ഇനിയിപ്പം കിട്ടുന്ന ചില കർഷകരുണ്ട്. ഏറാം മൂളികളായിട്ട് നടക്കുന്ന കൃഷി ഓഫീസർമാരുടെ സപ്പോർട്ട് നടക്കുന്ന ചിലയിടത്ത് നല്ലവണ്ണം ബെനിഫിറ്റ് കിട്ടുന്നവരുണ്ട്. ചെയ്യാത്ത കാര്യത്തിന് പൈസ വാങ്ങിക്കുന്നവരുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഒരു സപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത്രയും കഴിവുള്ള ആളുകൾ അന്യ സംസ്ഥാനങ്ങളിൽ വന്നിട്ടാണ് അത്യാവശ്യം പേര് പോലും കിട്ടുന്ന പോലും. ഞാനിപ്പോൾ ഈ കുടിക്കുന്നുണ്ടല്ലോ, നമ്മുടെ വാഴച്ചേട്ടൻ ഉണ്ടാക്കിയ പായസമാണ് കുടിക്കുന്നത്. കണ്ടോ ചേട്ടാ? പായസം കുടിക്കുക. ചായ അല്ല. കുടിച്ചിട്ട് എന്ത് തോന്നണം? സൂപ്പർ സാധനം. പക്ഷേ ഇത് കേരളക്കാർക്ക് കുടിക്കാനുള്ള വിധിയില്ല. കേരളക്കാർക്ക് കുടിക്കാനുള്ള വിധിയില്ല.